ഇതേ ഞാൻ മലബാറിൽ എൻ്റെ ആങ്ങളയുടെ അടുത്ത് വന്നതാണ്. എൻ്റെ ആങ്ങളെ അടുത്ത് വന്നപ്പം ഒരു നല്ല ടിപ്പ് ആങ്ങള പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ എനിക്കത് നിങ്ങളെ കൂടെ കാണിച്ചു തരണമെന്ന് തോന്നി. നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ കുറേ തേങ്ങയൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ഉണങ്ങാൻ വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേട്ടാ ഇതുകൊണ്ടോ ഒരു ഈർക്കിളിയിൽ ഒരു മുളക് ഇത് ചുട്ടാണോ? അല്ല, ചുട്ടതല്ല. അപ്പോൾ ഒരു മുളകും പിടിച്ചോണ്ടിരിക്കുക. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് ചേട്ടായിട്ട് തന്നെ ചോദിക്കാം. ഇത് എന്തിനാ ചേട്ടാ ഈ മുളക്? ഈ മുളക് ഇപ്പം ഈ കാക്ക ശല്യം ഭയങ്കരമായിട്ടുണ്ട്. കാക്കയുടെ ശല്യം ഈ മുളക് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മുളക് ഒരു ഈർക്കിളിയെ കുത്തി മുളക് ഇങ്ങനെ കുത്തി നിർത്താൻ. ഇപ്പം ഇവിടെ തേങ്ങ വെച്ചിട്ടുണ്ട്, ഉദാഹരണത്തിന് തേങ്ങ വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയുടെ അടുത്ത് ഇത് ഈ മുളക് ഇങ്ങനെ വെച്ചാൽ ഇപ്പം ഇതിന് ഇവിടെ ഈ മരത്ത് വന്നിരുന്നാൽ ഈ മുളക് കണ്ടു കഴിഞ്ഞാൽ കാക്ക വരികയില്ല. അതുപോലെ ഇറച്ചിയൊക്കെ ഉണങ്ങാനാണെങ്കിൽ നമ്മൾ മുറത്തിനകത്തൊക്കെ ഇറച്ചി ഇങ്ങനെ ഈ ഉണങ്ങാൻ വെക്കും. ഇറച്ചിയൊക്കെ ആകുമ്പം വേഗം കാക്ക കൂടുതൽ ശല്യം ഉണ്ടാവും. അപ്പോൾ ഒരു മുറത്തിൽ 3 സൈഡ് വെച്ചാലും മതി. ഈർക്കിളിയിൽ ഇത് വെച്ചാൽ കാക്ക അടുത്തോട്ടേ വരികയില്ല. ആ, എൻ്റെ അനുഭവത്തിൽ കാക്ക വരികയില്ല. ഞാനിപ്പോൾ തേങ്ങ വെച്ചാൽ തേങ്ങ ഇങ്ങനെ പള്ളത്തായിട്ട് വെച്ചേക്കുന്നത് വെയിൽ കിട്ടുന്ന കുറേശ്ശെ സ്ഥലത്താണ്. അതുകൊണ്ട് വെക്കുന്നിടത്ത് ഓരോ മുളക് അതിലേരിയങ്ങ് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയിലോട്ടും കാക്കയുടെ ശല്യം ഉണ്ടാവില്ല. കണ്ടോ, നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്ന് പറയണേ. ഞാനിത് ജീവിതം ആദ്യം കേൾക്കുക കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണങ്ങാൻ വെച്ചാൽ, പ്രത്യേകിച്ച് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇറച്ചിയൊക്കെ ഉണങ്ങാനൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം കാക്ക അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ കാക്ക വരില്ലേ. കാക്ക വരാതെ ഇതുപോലെ ഒരു വറ്റൽമുളക് ഒരു ഈർക്കിളിയെ കുത്തിയേച്ച് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി കേട്ടോ. ഇനി കാക്ക ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ ചേട്ടായി? കാക്ക ഇല്ലാഞ്ഞിട്ടില്ല, കാക്ക ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. കാക്കയും മയിലും മറ്റ് ശല്യം, പക്ഷികളുടെ ശല്യം ഇഷ്ടം പോലെ. ഞാൻ ചുമ്മാ ചോദിച്ചാട്ടായി, ഞാൻ വെറുതെ ചോദിച്ചാ. അപ്പം ശരി, ഓക്കെ.